നമസ്കാരം എല്ലാ മച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈറോഗ്രാം ബോട്ട് പാർട്ട് 10 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾ ബാക്കിനെ കുറിച്ചാണ്. അപ്പോൾ കോൾ ബാക്ക് എങ്ങനെ സെറ്റാക്കാതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു പാർട്ട് 9 ഇട്ടിട്ട് കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു സംഭവമാണ് എങ്ങനെയാണ് കോൾ ബാക്ക് സ്റ്റാർട്ട് നേരെ ഹെൽപ്പിലേക്ക് പോയി ഹെൽപ്പ് നേരെ സ്റ്റാർട്ടിലേക്ക് തന്നെ വരാം, സ്റ്റാർട്ട് നേരെ എബൌട്ടിലേക്ക് പോയി എബൌട്ടിൽ നേരെ എങ്ങനെ സ്റ്റാർട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ബട്ടൺ URL എങ്ങനെ കോൾ ബാക്കിൽ സെറ്റാക്കാനായിട്ടാണ് ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ആ ഒരു ഡൗട്ടിനെ ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഇതൊന്നും എന്നോട് ആരും പറഞ്ഞതല്ല, ഇതൊക്കെ ആൾക്കാർ എററും കൊണ്ട് വന്നിട്ടാകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. പിന്നെ ആൾക്കാർ ഇത് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ആൾക്കാർ, അപ്പോൾ ഇത് അവർക്കുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ബാക്കിയുള്ളവരോട് ഞാൻ നോക്കണ്ടെന്ന് പറയുന്നില്ല, എന്തെങ്കിലും ഡൗട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയി കിട്ടും ഈ വീഡിയോ നോക്കിയാൽ. പിന്നെ ഞാൻ പാർട്ട് 9 വിട്ടിട്ട് പോയ ഒരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ ക്യാൻസൽ, അതായത് ക്ലോസ് ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നത് ഞാൻ പാർട്ട് 9 പറഞ്ഞിട്ട് എനിക്ക് മറന്നുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഞാൻ ആ ഒരു സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലം ഫിക്സ് ആക്കുന്നുണ്ട്, എങ്ങനെ ക്ലോസ് ബട്ടൺ കൂടി ക്രിയേറ്റ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതായിട്ട് മച്ചാമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബിൻ്റെ ബട്ടനെ എന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമായിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബോട്ടിൽ കയറ്റി ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് അടിച്ച് കൊടുക്കണം. സ്റ്റാർട്ട് അടിച്ചിട്ട് ഹെൽപ്പിലേക്ക് പോകണം. ഹെൽപ്പിലേക്ക് പോയിട്ടാൻ പാടെ ഒരു ബട്ടനും ഇല്ല, ബോട്ടിലേക്ക് പോകാൻ ആടൊരു ബട്ടനും ഇല്ല. ഓക്കെ, ഇത് ഞാൻ കാട്ടിച്ചെന്താ വെച്ചാൽ നമുക്ക് ബോട്ടിൽ കയറിയുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബോട്ടിൽ കയറിയപ്പോൾ സ്റ്റാർട്ട് അടിച്ചിട്ട് ബട്ടൺ വന്നിട്ടാണ്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഹെൽപ്പ് കോൾ ബാക്കിലേക്ക് പോവാം. ഓക്കെ, ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നത് ഹെൽപ്പ് കോൾ ബാക്കാണ്. അപ്പോൾ ഹെൽപ്പ് കോൾ ബാക്ക് ചെയ്തതിനെ കാണിച്ചുതരാം. ഹെൽപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഹെൽപ്പ് ബട്ടൻ്റെ കോൾ ബാക്കിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഹെൽപ്പ് ടെക്സ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു കോൾ ബാക്കിനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു കോൾ ബാക്ക് ഇതാണ് ഹെൽപ്പ് ടെക്സ്റ്റ്. ഓക്കെ, ഞാൻ പാർട്ട് 9 അതൊക്കെ സെറ്റാക്കുന്ന പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹെൽപ്പ് കോൾ ബാക്കിൻ്റെ ഹെൽപ്പിൻ്റെ ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, കോൾ ബാക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. ഓക്കെ, പാർട്ട് 9 പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് വന്നതിന് ശേഷം നേരെ ടെക്സ്റ്റിൻ്റെ നേരെ സെയിം ലെവലിൽ വന്നതിന് ശേഷം നേരെ സ്ട്രൈറ്റ് ടൈപ്പ് ചെയ്യുന്ന അവിടെ വന്നതിന് ശേഷം റിപ്ലൈ അണ്ടർസ്കോർ മാർക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്കപ്പ് ഈസിക്കൽ ടു ഇൻലൈൻ കീബോർഡ് മാർക്കപ്പ്. ഓക്കെ, ഇൻലൈൻ കീബോർഡ് മാർക്കപ്പ്. എൻ്റെ ഒരു പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പാർട്ട് 4 ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. എൻ്റെ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ നേരെ റിപ്ലൈൻ്റെ 6ൻ്റെ നേരെ ലെവലിൽ വന്നതിന് ശേഷം 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, 1 2 3 4 സ്പേസാണ് കേട്ടോ. ഓക്കെ, 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വൈൻ്റെ ലെവലിലേക്ക് എത്തും. ആടെ നിങ്ങൾ ഇൻലൈൻ കീബോർഡ് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഒന്ന് പുതിയൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ബ്രാക്കറ്റിനുള്ളിൽ പേര് എന്ത് വേണം പേര് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പേര് കൊടുക്കുന്നത് സ്റ്റാർട്ട് എന്നിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് അതിൻ്റെ ഡബിൾ കോമേറ്റർ ക്ലോസ് ആക്കാണ്. അതിൻ്റെ ഒരു കോമേറ്റർ URL ഈസിക്കൽ ടു നമുക്ക് URL ടൈപ്പിൽ നമുക്ക് പോവാം. അതേ സമയത്ത് നമുക്ക് കോൾ ബാക്ക് ടൈപ്പിൽ പോവാം. ഓക്കെ, കോൾ ബാക്ക് ഡാറ്റ ടൈപ്പിലും പോവാം. അപ്പോൾ ഞാനിവിടെ യൂസ് ആക്കുന്നത് കോൾ ബാക്ക് ഡാറ്റ ടൈപ്പാണ്. URL ടൈപ്പ് എനിക്ക് ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ URL ടൈപ്പ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ കോൾ ബാക്ക് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ അവിടെ കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ബോട്ടിലൊക്കെ സ്റ്റാർട്ട് അടിച്ചിട്ട് ഹെൽപ്പ് അടിച്ചിട്ടാകുമ്പോൾ ഇവിടെ ബട്ടണൊന്നും വരുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ബട്ടനാണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ആക്കുന്നുള്ളത്. ഓക്കെ, ഞാൻ പിന്നെ സ്റ്റാർട്ടാണ് കൊടുത്തിട്ടുള്ളത് ബട്ടൻ്റെ പേര്. അപ്പോൾ ഞാൻ കോൾ ബാക്കിൻ്റെ സ്റ്റാർട്ടിൻ്റെ കോൾ ബാക്ക് ഡാറ്റൻ്റെ അവിടെ കൊടുക്കാൻ പോകുന്നത് സ്റ്റാർട്ടാണ്. അതായത് ഹെൽപ്പ് അടിച്ചിട്ട് എനിക്ക് നേരെ പോകേണ്ടത് സ്റ്റാർട്ടിലേക്കാണ്. എനിക്ക് മനസ്സിലായിട്ടാണ് പിന്നെ ബോട്ട് ഡിപ്ലോയ് ആയിട്ടാണ് മനസ്സിലായി. ഇപ്പം ഞാൻ കോൾ ബാക്ക് ഡാറ്റൻ്റെ സ്റ്റാർട്ടല്ലേ കൊടുക്കണം. അതായത് സ്റ്റാർട്ടിൻ്റെ കോൾ ബാക്കിൻ്റെ അവിടെ ഇതിനെ കൊടുക്കണം. എന്താ വെച്ചാൽ എനിക്ക് ഹെൽപ്പിലേക്ക് പോയിട്ട് ഹെൽപ്പിൻ്റെ കോൾ ബാക്കിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട് കമാൻഡ് ക്ലിക്ക് ചെയ്ത് നേരെ ഹെൽപ്പിലേക്ക് പോയി ഹെൽപ്പിൽ നിന്ന് നേരെ എനിക്ക് സ്റ്റാർട്ടിലേക്ക് തന്നെ വേലിട്ട് പോകണം. അതിനോട് ഞാൻ ഹെൽപ്പിൻ്റെ കോൾ ബാക്കിൽ സ്റ്റാർട്ടിൻ്റെ ഇത് ഞാൻ ആഡ് ആക്കുകയാണ്. ഓക്കെ, ഞാൻ പിന്നെ 2 ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നതുകൊണ്ട് അവർ കോമ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ ഞാൻ ഇൻലൈൻ കീബോർഡ് ബട്ടൺ ഒന്നും കൂടി ക്രിയേറ്റ് ആക്കുകയാണ്.
അതെന്തിനു കൂടി എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന് പേരെടുക്കാൻ മനസ്സിലായിക്കോളൂ. ഞാനവിടെ പേരെടുക്കുന്നത് ഈ എബൌട്ടാണ്. അതെന്താ വെച്ചാൽ എനിക്ക് ഹെൽപ്പിൻ്റെ കോൾ ബാക്കിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എബൌട്ടിൻ്റെ കോൾ ബാക്കിലേക്കും കൂടി പോകണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പേര് കൊടുക്കുന്നത് ഡാറ്റ ഇസിക്കൽ ടു ഡബിൾ കോമ എന്നിട്ട് ഞാനിവിടെ എബൌട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു എബൌട്ട് താഴെയുള്ള കോൾ ബാക്കിൻ്റെ പേരാണ് എബൌട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് തന്നെ കൊടുത്തു വിടുക കേട്ടോ. ഹെൽപ്പ് തന്നെ ഇട്ട് കൊടുത്താൽ അവിടെ ഹെൽപ്പിൻ്റെ കോൾ ബാക്കിൽ ഹെൽപ്പ് തന്നെ ഇട്ട് കൊടുത്താൽ മോഡിഫിക്കേഷൻ എറർ വരും. അതിനോണ്ട് നിങ്ങൾ ഹെൽപ്പിൻ്റെ കോൾ ബാക്കിൽ ഹെൽപ്പ് ട്രൈ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 ബട്ടൺ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ഹെൽറ്റ്, ഒന്ന് ഹെൽപ്പ് ഹെൽറ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ആക്കണം. പിന്നെ ഇപ്പോൾ ഒരു ബ്രാക്കറ്റും കൂടി ക്ലോസ് ആക്കണം. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ബ്രാക്കറ്റ് ക്ലോസ് ആക്കേണ്ട ഈ 6ൻ്റെ സ്ട്രൈറ്റ് ലെവലിൽ തന്നെ ആയിരിക്കണം ബ്രാക്കറ്റ് ക്ലോസ് ആക്കേണ്ട ഈ ഒരു ബ്രാക്കറ്റ്. ഈ ഒരു ബ്രാക്കറ്റ് വരുന്നുള്ളത് ഇൻലൈൻ മാർക്കപ്പിൻ്റെ ആടുന്നാണ്. പിന്നെ ഈ ഒരു ബ്രാക്കറ്റ് വരുന്നുള്ളത് ഇൻലൈൻ മാർക്കപ്പിൻ്റെ അപ്പുറത്തുള്ള ആടുന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൊത്തം ക്ലിയറായി മനസ്സിലാക്കുന്നു. പിന്നെ ഈ ഒരു ബ്രാക്കറ്റ് വരുന്നുള്ളത് ആടുന്നാണ്, ഫസ്റ്റ് മെയിൻ എന്നാണ് വരുന്നുള്ളത്. പിന്നെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. കമ്മിറ്റ് ചേഞ്ചസ് എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഡിപ്ലോയ് ആക്കിയിട്ട് ഡിപ്ലോയ് അതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. ഡിപ്ലോയ് അതിന് ശേഷം ബോട്ടിൽ കയറി സ്റ്റാർട്ട് അടിച്ചിട്ട് ഹെൽപ്പ് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഹെൽപ്പ് അടിച്ചിട്ട് നേരെ ഒന്നുകൂടി സ്റ്റാർട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെൽപ്പിൽ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ സ്റ്റാർട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്തിപ്പോൾ സ്റ്റാർട്ട് കമാൻഡിൽ ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ നേരെ ഡയറക്റ്റാണ് സ്റ്റാർട്ട് അടിക്കാൻ വരാത്തെങ്കിൽ വിചാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ട് കമാൻഡാണ്. പിന്നെ നമ്മൾ ആ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് പോകുന്നുള്ളത് കോൾ ബാക്കാണ്. അപ്പോൾ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് കമാൻഡാണ്. ഈ പാടെ കിട്ടിയിട്ടുള്ള സ്റ്റാർട്ട് ടെക്സ്റ്റ് അത് കോൾ ബാക്കാണ്. ഓക്കെ, സ്റ്റാർട്ട് കമാൻഡിന് നമുക്ക് കോൾ ബാക്ക് ആക്കിയിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റത്തില്ല. കോൾ ബാക്ക് സെപ്പറേറ്റ് ആണ്, സ്റ്റാർട്ട് ടെക്സ്റ്റ് സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ടെക്സ്റ്റ് കമാൻഡിൽ 2 ബട്ടൺ ഉണ്ട്, കോൾ ബാക്കിൽ ബട്ടൺ ഇല്ല. കോൾ ബാക്കിൽ നമുക്ക് ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹെൽപ്പ് അടിച്ചിട്ടാകുമ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ അബൌട്ട് അടിച്ചിട്ടാകുമ്പോൾ ബട്ടൺ വരുന്നില്ല. നമുക്ക് അതൊക്കെ ഒന്ന് ഫിക്സ് ആക്കാം. അതിനായിട്ട് ഇപ്പം നേരെ കോഡിലേക്ക് പോവാണ്. കോഡിലേക്ക് പോയതിന് ശേഷം ഇപ്പം നമുക്ക് നേരെ ഹെൽപ്പിലേക്ക് പോകുന്നുണ്ട്. ഹെൽപ്പ് നമുക്ക് നേരെ സ്റ്റാർട്ടല്ല ഹോമിലേക്ക് പോകണം. അപ്പോൾ ഹോം നമ്മളിവിടെ സെറ്റാക്കിയിട്ടുള്ളത് സ്റ്റാർട്ടിൽ ഇതിലേക്കാണ്. സ്റ്റാർട്ടിൽ കോൾ ബാക്ക് ആയിട്ടിടാമോ ഇത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് ടെക്സ്റ്റിന് ലാസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ റിപ്ലൈ മാർക്കപ്പ് ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. റിപ്ലൈ മാർക്കപ്പ് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ബട്ടൺ ക്രിയേറ്റ് ആക്കണം. അപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ആക്കുന്ന മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ എങ്ങനെ സെറ്റാക്കിയാണ് നമുക്ക് കാണാൻ രസമുണ്ടാവും, എങ്ങനെയാണ് നോർമൽ ബോട്ട്സൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻലൈൻ കീബോർഡ് ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ അതിനെക്കാട്ടി മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ബോട്ടിൻ്റെ സ്റ്റാർട്ട് കമാൻഡ്, ഓക്കെ, നിങ്ങളുടെ ബോട്ടിൻ്റെ സ്റ്റാർട്ട് കമാൻഡിൽ എത്ര ബട്ടൺ ഉണ്ടോ? ഓക്കെ, എൻ്റെ സ്റ്റാർട്ട് കമാൻഡിൽ 2 ബട്ടണാണുള്ളത്. ഒരു ബട്ടൻ്റെ പേര് ഹെൽപ്പ് എന്നാണ്, പിന്നെ ഒരു ബട്ടൻ്റെ പേര് എബൌട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ബട്ടൺ ക്രിയേറ്റ് ആക്കേണ്ടത് വെച്ചാൽ ആടുള്ള 2 ബട്ടണാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ആക്കി കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ആടെ എത്ര ബട്ടൺ ഉണ്ടോ അതുപോലെ തന്നെ മീഡിയം ബട്ടനെ ക്രിയേറ്റ് ആക്കി കൊടുക്കണം. അപ്പാണ് ബോട്ട് നമുക്ക് നേരെ ഉണ്ടാവത്തുള്ളൂ, കാണാൻ രസം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഹെൽപ്പും എബൌട്ട് ഉണ്ട്, അല്ലെങ്കിൽ ബോട്ട് കാണാൻ രസം ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ ഹെൽപ്പും എബൌട്ട് ബട്ടനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ആക്കേണ്ടത്. ഓക്കെ, ഞാൻ ഓൺലൈൻ കീബോർഡ് മാർക്കപ്പും ബട്ടൺ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ബട്ടൺ ഞാൻ ഹെൽപ്പിലിട്ട് കൊടുക്കണം. ഓക്കെ, ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഡബിൾ കോമ ടു കോൾ ബാക്ക് ഡാറ്റ എന്നിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ആടെ കോൾ ബാക്ക് ഡാറ്റ എന്നുള്ളത്. എന്നിട്ടൊരു ഇസിക്കൽ ടു ഡബിൾ കോമ എന്നിട്ട് ഞാനിവിടെ ഹെൽപ്പ് എന്നിട്ട് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് കോൾ ബാക്ക് നേരെ ഹെൽപ്പിൻ്റെ ഇതിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഒന്ന് ഹെൽപ്പ് എന്നാണ് സ്റ്റാർട്ട് മെസ്സേജ് ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് ഹെൽപ്പിൻ്റെ കോൾ ബാക്കിലേക്കാണ്. പിന്നെ ഒന്ന് ഞാൻ നേരെ ഡബിൾ കോമ ഇട്ട് എബൌട്ട് എന്നിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കോൾ ബാക്ക് ഡാറ്റ എന്നിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കോൾ ബാക്കിൽ എനിക്ക് എവിടെ പോകേണ്ടത് വെച്ചാൽ എബൌട്ടിലേക്കാണ് പോകേണ്ടത്. അതായത് സ്റ്റാർട്ട് മെസ്സേജ് അടിച്ചതിന് ശേഷം 2 ബട്ടൺ വരും, എബൌട്ട് ആൻഡ് കോൾ ബാക്ക്. അപ്പോൾ ഞാൻ ഹെൽപ്പിലേക്ക് ക്ലിക്ക് ചെയ്താൽ എനിക്ക് നേരെ ഹെൽപ്പിൻ്റെ മെസ്സേജിലേക്ക് പോകണം. എബൌട്ടിൻ്റെ മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ എബൌട്ടിൻ്റെ മെസ്സേജിലേക്ക് പോകണം. 2 ബട്ടൺ, ഒന്ന് ഹെൽപ്പും ഒന്ന് കോൾ ബാക്ക് ഹെൽപ്പും എബൌട്ട്. ഓക്കെ, ബട്ടന്.
അപ്പോൾ അതിൻ്റെ യൂസേജ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കോൾ ബാക്കിൻ്റെ ഞാൻ ഒന്ന് ഹെൽപ്പും ഈ ഒരു ഹെൽപ്പിലേക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഒരു എബൌട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹെൽപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിൻ്റെ തന്നെ കോൾ ബാക്ക് സെറ്റ് ആയിക്കൂടെ കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എററില്ല, മെസ്സേജ് നോട്ട് മോഡിഫിക്കേഷൻ അങ്ങനത്തെ ഒരു എറർ വരും. ഓക്കെ, നമുക്ക് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ബോട്ടിലേക്ക് കയറിയതിൻ്റെ ശേഷം സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ഹെൽപ്പ് അടിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് അടിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ബോട്ട് ഡിപ്ലോയ് ആയിട്ടില്ല, അപ്പോൾ ഡിപ്ലോയ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹെൽപ്പ് അടിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഡിപ്ലോയ് ആയിട്ടില്ല, നമുക്കൊന്നും കൂടി ട്രൈ ആക്കി നോക്കാം. ഓക്കെ, ഹെൽപ്പ് സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട് അടിച്ചിട്ടാകുമ്പോൾ അവിടെ വന്നിട്ടുണ്ട് ബട്ടൺ. ഇപ്പോൾ ഞാൻ ഹെൽപ്പ് അതിലടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഹെൽപ്പിലേക്കും പോകുന്നുണ്ട്. സ്റ്റാർട്ട് അടിച്ചെടുത്തിട്ടാകുമ്പോൾ നേരെ നമുക്ക് വന്ന് എവിടെ നിന്നാണോ അവിടത്തേക്ക് തന്നെ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിങ് നോക്കണ്ട, ടെക്സ്റ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. ടെക്സ്റ്റ് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെൽപ്പിലേക്ക് പോയിട്ടാകുമ്പം നമുക്ക് നേരെ പോകുന്നുണ്ട്. ഓക്കെ, ഹെൽപ്പിലേക്ക് പോയിട്ടാകുമ്പോൾ സ്റ്റാർട്ടിലേക്ക് പോയിലേക്ക് എല്ലാം സെറ്റ് ഉണ്ട്. പിന്നെ അബൌട്ടിലേക്ക് പോയിട്ടാൽ മാത്രമാണ് ബട്ടൺ വരാത്തുള്ളത്. ഓക്കെ, അപ്പോൾ കമാൻഡിൽ ആളെ പേരെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, നമുക്ക് കോൾ ബാക്കിൽ ആളെ പേര് കാട്ടുകാത്ത എന്താ വെച്ചാൽ ആളെ പേരെല്ലാം അമ്മ തന്നെ സെറ്റാക്കേണ്ടി വരും. ഓക്കെ, അതൊക്കെ വേണം നിങ്ങൾ തന്നെ സെറ്റായിരിക്കും. അതൊക്കെ എത്ര പാർട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പൈരോഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ ചോദിച്ചാൽ മതി എത്ര പാർട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞുതരാം. നമുക്ക് ഈ അബൌട്ടിലും കൂടി ഒരു ബട്ടൺ ക്രിയേറ്റ് ആക്കാണ്ട് ഇപ്പം ഞാൻ ക്രിയേറ്റ് ആക്കി അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ അബൌട്ടിലും ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നുള്ളത്. ഓക്കെ, റിപ്ലൈ മാർക്കപ്പ് ഈസിക്കൽ ടു ഇൻലൈൻ കീബോർഡ് ബട്ടൺ ആയിട്ട് ക്രിയേറ്റ് ആക്കി കൊടുക്കുകയാണ് മാർക്കപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളത്, ഒരു വ്യത്യാസമില്ല. ഇൻലൈൻ മാർക്കപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ 2 ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഒന്ന്, ഇപ്പോൾ ഞാൻ ഒരു ഇമോജും കൂടി ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇമോജി ഇട്ട് കൊടുക്കുന്നത്. അത് ഇപ്പോൾ എല്ലാം ടെക്സ്റ്റൊക്കെ ഫുള്ള് ചെറിയ ടെക്സ്റ്റ് വെക്കും, പിന്നെ ബട്ടൺ ആണെങ്കിൽ സെയിം ബട്ടൺ വെക്കും. അപ്പോൾ ഞാൻ അബൌട്ടിൻ്റെ ബട്ടൺ മാത്രം ഒരു ഇമോജി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അബൌട്ടിൽ ഒരു ബട്ടൺ സ്റ്റാർട്ടിൽ, അതായത് അബൌട്ട് നേരെ എനിക്ക് ഹോമിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കോൾ ബാക്ക് ക്രിയേറ്റ് ആക്കാണ്. പിന്നെ രണ്ടാമത്തെ കോൾ ബാക്ക് ക്രിയേറ്റ് ആക്കുന്നത് വെച്ചാൽ എനിക്ക് അബൌട്ട് നേരെ ഹെൽപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കോൾ ബാക്ക് ക്രിയേറ്റ് ആക്കാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായിട്ടെങ്കിൽ പൈരോഗ്രാം ഗ്രൂപ്പിൽ എൻ്റെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കാണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പം ഞാൻ സ്റ്റാർട്ടിൻ്റെ അവിടെ കൊടുക്കുന്നത് ഈ ഒരു സ്റ്റാർട്ടാണ്, ആ സ്റ്റാർട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിട്ട് നെക്സ്റ്റ് ലൈനിൽ ഇൻലൈൻ കീബോർഡ് ബട്ടൺ ഒന്ന് ക്രിയേറ്റ് ആക്കാണ്. ഓക്കെ, എന്നിട്ട് ഈ ബട്ടൻ്റെ പേരിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരു ഇമോജി കൂട്ടിയിട്ട് ഹെൽപ്പ് എന്നിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഒരു ഡബിൾ കോമ എൻ്റെ കോൾ ബാക്ക് ഡാറ്റ. അപ്പോൾ ഈ കോൾ ബാക്ക് ഡാറ്റക്ക് ഞാൻ ഹെൽപ്പ് എന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹെൽപ്പ് സ്റ്റാർട്ടിലിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ കോൾ ബാക്ക് ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത് ആ ഒരു പേരിലാണ്. ഓക്കെ, അത് നിങ്ങൾ എന്ത് പേരിലുണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റാർട്ട്, ഹെൽപ്പ്, അബൌട്ട് ഈ 3 പേരിലാണ് 3 കോൾ ബാക്ക് ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ ഡോട്ട് ഇടാൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഡോട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കോമ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. പിടി കിട്ടിയിട്ടുണ്ടാവത്തിരിക്കത്തില്ല. ഓക്കെ, ഞാൻ നേരെ ബോട്ടിലേക്കായിട്ട് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കുകയാണ്. അബൌട്ട് അടിച്ചു കൊടുക്കുകയാണ്. അബൌട്ട് അടിച്ചെടുത്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം അപ്പുറം പരസ്പരം പോകുന്നുണ്ടില്ല എന്നല്ല. ഹെൽപ്പ് നേരെ അബൌട്ടിലേക്ക് പോകുന്നുണ്ട്, അബൌട്ട് നേരെ സ്റ്റാർട്ടിലേക്ക് പോകുന്നുണ്ട്, സ്റ്റാർട്ട് നേരെ അങ്ങനെ എല്ലായിടത്തേക്കും പോകുന്നുണ്ട്. ടെക്സ്റ്റ് നോക്കണം, ടെക്സ്റ്റ് ഇന്ന് എല്ലായിടത്തേക്കും സെറ്റാക്കേണ്ടി വരും ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലോസ് ബട്ടൺ ക്രിയേറ്റ് ആക്കാനായിട്ട്. ഓക്കെ, ക്ലോസ് ബട്ടൺ ഇങ്ങനെ നേരെ പുതിയൊരു സെക്ഷൻ എടുക്കാം. ഓക്കെ, ഇനി നേരെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സംഭവം ഫസ്റ്റ് കൊണ്ടുപോയിട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ നിങ്ങൾ 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ 4 സ്പേസ് വിട്ടാൽ മതി. അല്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എററായിരിക്കും. എന്നിട്ട് ഇവിടെ എലിഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു സ്പേസ് വിട്ടതിന് ശേഷം പിന്നെ ആ എലിഫ് വരുന്നുള്ളത് ഇങ്ങനെ നേരെ മുന്നേ ചെയ്തതിൻ്റെ അതേ ലെവലിൽ തന്നെ ആയിരിക്കും. എൻ്റെ അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഇപ്പോൾ MSG എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്ത് കൊടുത്താൽ എനിക്ക് അറിഞ്ഞൂടാ, അത് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എലിഫ് ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. MSG
ഡോട്ട് ഡാറ്റ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ രണ്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഡബിൾ കോമ എന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ക്ലോസ് എന്ന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഡിലീറ്റ് എന്നിട്ട് കൊടുക്കാം. അതിൻ്റെ ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ടായിട്ട് നേരെ വരാം. ഇത് എലിഫിൻ്റെ ഈൻ്റെ നേരെ സ്ട്രൈറ്റ് ലെവലിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഈ ഒരു കാര്യത്തിൽ ആൾക്കാർ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. ഇൻട്രൊഡക്ഷന് 2-3 ആൾക്ക് വന്നായിരുന്നു. ഇത് 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ടായിട്ട് അവിടെ എവൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഞാൻ MSG എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ MSG എന്ന് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ എവൈറ്റിൻ്റെ അപ്പുറത്ത് MSG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെന്ത് ടൈപ്പ് കൊടുത്ത് എനിക്ക് അറിഞ്ഞൂടെ. എന്നിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഡിലീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നേരെ കോൾ ബാക്ക് ബട്ടൺ സെറ്റാക്കുന്ന എവിടെ വെച്ചാൽ സ്റ്റാർട്ട് കമാൻഡിലേക്കാണ്. സ്റ്റാർട്ട് കമാൻഡ് പുതിയൊരു ബട്ടൺ ക്രിയേറ്റ് ആക്കാണ് നെക്സ്റ്റ് ലൈനിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇടുകയാണെങ്കിൽ ഒരു കോൾ ബാക്ക് ബട്ടൺ ക്രിയേറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇഡ്ലൈൻ കീബോർഡ് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കോമ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം ഉള്ളിൽ ക്ലോസ് എന്നല്ലെങ്കിൽ ഡിലീറ്റ് എന്താണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ടായിട്ട് കോൾ ബാക്ക് ഡാറ്റ. ഓക്കെ, കോമ ഇട്ട് കൊടുത്തതിന് ശേഷം കോൾ ബാക്ക് ഡാറ്റ ഞാൻ താഴെ ഡിലീറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് എന്ന് തന്നെ കൊടുക്കുക. പിന്നെ ആ ഡിലീറ്റ് എന്ന് കൊടുത്തുകൊണ്ട് ഡിലീറ്റ് എന്ന് തന്നെ കൊടുക്കുകയാണ് അവിടെ ഈസിക്കൽറ്റിൻ്റെയും കോൾ ബാക്കിൻ്റെയും ഇടയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിലീറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം നിങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നേരെ ടെലിഗ്രാമിലേക്ക് വരാം. ബോട്ടിലേക്ക് എൻ്റെ സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ബട്ടൺ വന്നിട്ടില്ല. ഓക്കെ, ബോട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ആയതിനു ശേഷം ക്ലോസ് ആയിട്ടുണ്ട്. ക്ലോസ് അടിച്ചു കൊടുക്കുകയാണ്. അത് ക്ലോസ് ആയിട്ടുണ്ട്. ഒന്നും കൂടി കാണിച്ചു തരാം. ക്ലോസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. 1, 2, 3, 4, 5, 6, 7